Hi children, welcome to science class. We can continue with the 8th lesson. What is chapter name? Wind, storms and cyclones. Chapter name? Wind, storms and cyclones. Last class you have studied air, exert, pressure. Last class you have studied air, exert, pressure. Today you are going to study air expands on heating. Air expands on heating. Okay, there are two activities. First activity, look at the picture. This is boiling tube. Boiling tube another. Boiling tube and balloon under. Okay, what is the activity? Balloon over the neck of the boiling tube immersed in hot water, boiling tube immersed in ice cold water. Okay, look the picture carefully. Take a boiling tube or boiling tube edukka, stretch a balloon tightly over the neck of the tube. Or balloon a boiling tube in a neck tie cheya. You can use a tape to make it tight. Pour some hot water in a beaker. ഒന്നുകിൽ നിങ്ങൾക്ക് അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടേപ്പ് ഉപയോഗിക്കാം. Pour some hot water in a beaker. ബീക്കറിൽ നല്ല hot water എടുക്കുക. Insert the boiling tube with the balloon in the hot water. എന്നിട്ട് ആ ബോയിലിംഗ് ട്യൂബും ബലൂൺ ടൈ ചെയ്തിട്ടുള്ള ബോയിലിംഗ് ട്യൂബിനെ ഹോട്ട് വാട്ടറിൽ വെക്കാം. Observe for 2 to 3 minutes for any change in shape of the balloon. എന്നിട്ട് 2 to 3 minutes observe ചെയ്യുക. എന്താ observe ചെയ്യേണ്ടത്? Any change in shape of the balloon. ബലൂണിന്റെ ഷേപ്പിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാം. Take the tube out. എന്താ ചെയ്യേണ്ടത്? ട്യൂബ് പുറത്തെടുക്കണം. Let it cool down to the room temperature. പിന്നെ അതിനെ റൂം ടെമ്പറേച്ചറിൽ നോർമൽ ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യിക്കുക. Take some ice cold water in another beaker. വേറൊരു ബീക്കറിൽ നല്ല കോൾഡ് വാട്ടർ ഐസ് കോൾഡ് വാട്ടർ എടുക്കുക and place the tube with the balloon in cold water for 2 to 3 minutes. നമ്മൾ ഹോട്ട് വാട്ടറിൽ കീപ്പ് ചെയ്തതുപോലെ 2 to 3 minutes ബലൂണിനെ കോൾഡ് വാട്ടറിലും കീപ്പ് ചെയ്യണം. Observe the change in the shape of the balloon. എന്നിട്ട് എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. Okay. What is your observation? ബോയിലിംഗ് ട്യൂബ് ഹോട്ട് വാട്ടറിൽ വെച്ച സമയത്ത് ബലൂൺ എന്താ സംഭവിച്ചത്? ബലൂൺ കുറച്ച് വീർത്ത് നിൽക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? കോൾഡ് വാട്ടറിൽ വെച്ച സമയത്ത് ബലൂൺ എന്തായി? അതിന്റെ ആ വീർത്ത് നിന്നത് എന്തായി? ഒന്ന് ചുരുങ്ങിയ പോലെയായി അല്ലേ? ഓക്കെ. What makes the balloon inflated when the boiling tube is placed in hot water? Hot water ൽ വെച്ച സമയത്ത് എന്താ സംഭവിച്ചത്? ബലൂണിന്റെ ഉള്ളിൽ എന്തായാലും ഓൾറെഡി എന്തുണ്ട്? എയർ ഉണ്ട്. ഹോട്ട് വാട്ടറിൽ വെക്കുന്ന സമയത്ത് എയർ എന്താവും? എയർ എക്സ്പാൻഡ് ആയി. ഹീറ്റ് ആണ്. ഹോട്ട് വാട്ടറിൽ വെച്ചു, അപ്പോ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? എയർ എക്സ്പാൻഡ്. എയർ എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്. എന്താ സംഭവിച്ചത്? കോൾഡ് വാട്ടറിൽ വെച്ച് സമയത്ത് അത് ചുരുങ്ങിപ്പോയി. എയർ കംപ്രസ്ഡ് ഇൻ കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടറിൽ വെക്കുന്ന സമയത്ത് എന്താണ്? അത് ചുരുങ്ങി പോവാണ് ചെയ്യുന്നത്. എയർ കംപ്രസ്ഡ് ഇൻ കോൾഡ് വാട്ടർ ആൻഡ് എയർ എക്സ്പാൻഡ് ഇൻ ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടറിൽ വെച്ച സമയത്ത് എയർ എക്സ്പാൻഡ് ചെയ്തു, കോൾഡ് വാട്ടറിൽ വെച്ച സമയത്ത് എയർ കംപ്രസ് ചെയ്തു, ചുരുങ്ങിപ്പോയി. ഓക്കെ. Next, another activity. Take 2 paper bags or empty paper cups of the same size. ഒരേ സൈസിൽ 2 പേപ്പർ ബാഗ് എടുക്കുക. Hang the 2 bags in the inverted position on the 2 ends of a metal or a wooden stick. ഒരു മെറ്റൽ സ്റ്റിക്കിന്റെ മുകളിൽ 2 എൻഡിലായിട്ട് ഇതുപോലെ ഹാങ് ചെയ്യുക. Tie a piece of thread in the middle of the stick. ഈ സ്റ്റിക്കിന്റെ മിഡിൽ ആയിട്ട് ഒരു ത്രെഡ് ടൈ ചെയ്യണം. Hold the stick by the thread as in balance. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ത്രെഡിനെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഈ പേപ്പർ ബാഗിനെ രണ്ടിനെയും നല്ല ബാലൻസ് ചെയ്ത് നിർത്തുക. Put a burning candle below one of the bag as shown in figure. ഫിഗറിൽ കാണുന്നത് പോലെ ഒരു പേപ്പർ ബാഗിന്റെ താഴെ ഒരു ബേണിംഗ് കാൻഡിൽ വെക്കുക. Why is the balance of the bag disturbed? അപ്പം നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും ഇതിന്റെ ബാലൻസ്ഡ് പൊസിഷൻ എന്തായി? അൺബാലൻസ്ഡ് ആയി.
കറക്റ്റ് നിന്നിരുന്നത് എന്തായി? അൺബാലൻസ്ഡ് ആയി അല്ലെ? ഇവിടെ കുറച്ച് പൊങ്ങി, ഇവിടെ എന്താ വന്നത്? താഴേക്ക് വന്നു. ഡസ് ദിസ് ആക്ടിവിറ്റി ഇൻഡിക്കേറ്റ് ദാറ്റ് വാം എയർ റൈസസ് അപ്പ്? യെസ്, വാം എയർ എന്താ? ഇതിപ്പോ ഹീറ്റ് ചെയ്ത സമയത്ത് എയർ വാം ചെയ്തു. വാം എയർ എന്തായി? റൈസസ് അപ്പ്. എയർ വാം ആയി കഴിഞ്ഞാൽ അത് റൈസസ് അപ്പ്, മുകളിലേക്ക് ഉയരും. as the warm air rises up, it pushes the bag above the candle. അപ്പൊ warm air rises up ആയത് കാരണം എന്താ സംഭവിക്കുന്നത്? it pushes the bag above the candle. അത് ആ കാൻഡിലിന് മുകളിൽ വെച്ചിട്ടുള്ള ബാഗിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. പുഷ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇതിന്റെ ബാലൻസ്ഡ് പൊസിഷൻ മാറി അൺബാലൻസ്ഡ് പൊസിഷൻ ആയത്. ഓക്കെ, can you now explain why smoke always rise up? എന്താ സംഭവിക്കുന്നത്? The disturbance of the balance suggests that warm air is lighter than the cold air. Warm air is lighter than cold air. Cold airനെക്കാളും എന്താണ്? ലൈറ്റർ ആണ് warm air. ആ warm air ലൈറ്റർ ആയതുകൊണ്ടാണ് അത് റൈസ് ചെയ്യുന്നത്, മുകളിലേക്ക് ഉയരുന്നത്. Can you now explain why smoke always rises up? സ്മോക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും മുകളിലേക്ക് പോകുന്നത്? സ്മോക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്മോക്ക് ഇസ് ലൈറ്റർ. സ്മോക്ക് എന്ന് പറയുന്നത് ലൈറ്റർ ആണ്. സോ that always rises up. Also, it is important to remember that on heating, the air expands and occupies more space. Heat ചെയ്യുന്ന സമയത്ത് air expand ചെയ്യും, that occupies more space. അപ്പോൾ അതിലുള്ളതിനേക്കാളും കൂടുതൽ സ്പേസ് വേണം. When the same thing occupies more space, it becomes lighter. The warm air is therefore lighter than cold air. That is important. Warm air is lighter than cold air. Warm air is lighter than cold air. That is the reason smoke goes up. Okay. Next, wind currents are generated due to the uneven heating on earth. Wind currents are generated due to uneven heating on the earth. Okay. Uneven heating between the equator and the poles. Uneven heating between the equator and the poles. You might have learned geography that regions close to the equator get maximum heat. Equator position ലാണ് സണ്ണിൽ നിന്നുള്ള maximum heat കിട്ടുന്നത്. Polar region എന്ന് പറയുന്നത് colder region ആണ്. Okay. The warm air rises and the cooler air from the regions in the 0 to 30 degree latitude belt on either side of the equator moves in. These winds blow from the north and the south towards the equator. At the poles, the air is colder than at the latitudes about 60 degrees. The warm air at this latitude rises up and the cold wind from the polar regions rushes in to take its place. In this way, the wind circulation is set up from the poles to the warmer latitude as shown in figure. What is this? Equator. ഇതാണ് ഇക്വേറ്റർ പോർഷൻ എന്ന് പറയുന്നത്. ഇക്വേറ്റർ ഇവിടെയാണ്, സെന്റർ പൊസിഷൻ ആണ്. പോളാർ റീജിയൻസ് ആണ് ഇത് രണ്ട് സൈഡിൽ വരുന്നത്. ഇക്വേറ്റർ പൊസിഷനിൽ, ഇക്വേറ്റർ റീജിയനിൽ എന്താണ്? മാക്സിമം ഹീറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഹീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് റൈസസ് അപ്പ് എന്ന് നമ്മൾ പഠിച്ചു. ഹീറ്റ് റൈസസ് അപ്പ്, മുകളിലേക്ക് വരും. ഹീറ്റ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പോളാർ റീജിയനിൽ നിന്നുള്ള കൂളർ ആയിട്ടുള്ള എയർ ആദ്യത്തെ പൊസിഷനിൽ ഇക്വേറ്ററിലേക്ക് വരും. അവിടുന്ന് വീണ്ടും അത് ഹീറ്റ് ആവും. ഹീറ്റ് ചെയ്തിട്ട് അത് അടുത്ത കൂളർ ഏരിയയിലേക്ക് പോകും. അവിടുത്തെ കൂളർ ഏരിയയിലുള്ള ഹീറ്റ് വീണ്ടും ഇക്വേറ്ററിലേക്ക് വരും. അങ്ങനെ ഒരു സർക്കുലേഷൻ ആണ്. അപ്പൊ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാമർ ആയിട്ടുള്ള എയർ പോളർ റീജിയനിലേക്ക് പോകും. ആ പോളർ റീജിയനിൽ നിന്നുള്ള ആ എയർ എങ്ങോട്ടേക്ക് വരും? വാമർ റീജിയനിലേക്ക് വരും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സർക്കുലേഷൻ ആണ് വരുന്നത് അവിടെ. The wind flow pattern because of the uneven heating on the earth. നമുക്കറിയാം എർത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ ടെമ്പറേച്ചർ അല്ല വരുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഹീറ്റ് ചെയ്ത സമയത്ത് ആ എയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്തിട്ട് ഒരു സർക്കുലേഷൻ ഫുൾ സർക്കുലേറ്റ് ചെയ്തിട്ട് ഫുൾ എയർ എന്താവും? വാം ആവും. ഓക്കെ. Uneven heating of land and water. Land and water la uneven heating that you already studied in chapter 4, that is sea breeze and land breeze. In summer, near the equator of the land warms up faster and most of the time the temperature of the land is higher than that of water in the oceans. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സമ്മർ സീസണിൽ ലാൻഡ്, ഇക്വേറ്ററിലുള്ള ലാൻഡ് എന്താവും? വേഗത്തിൽ തന്നെ വാം ചെയ്യും. എന്താ സംഭവിക്കുക? അത് മാത്രമല്ല ആ സമയത്ത് അവിടുത്തെ സീയിലുള്ളത് എന്താണ്?
കൂളർ ആയിട്ടുള്ള എയർ ആയിരിക്കും സീയിൽ ഉണ്ടായിരിക്കുക. ലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് ചൂടാവുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ദ ടെമ്പറേച്ചർ ഓഫ് ദ ലാൻഡ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ വാട്ടർ ഇൻ ദ ഓഷ്യൻ. സമ്മർ സീസണിലാണ് പറയുന്നത്. അത് നമ്മൾ ഡേ ടൈം എന്ന് പറഞ്ഞിട്ട് അവിടെ പഠിച്ചിട്ടുണ്ട്. ദ എയർ ഓവർ ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ്. ലാൻഡിലുള്ള എയർ ഹീറ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് എന്താവും? റൈസസ്, മുകളിലേക്ക് വരും. ദിസ് കോസസ് ദ വിൻഡ് ടു ഫ്ലോ ഫ്രം ദ ഓഷ്യൻ ടുവേർഡ്സ് ദ ലാൻഡ്. നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ചെയ്തപ്പോ ആ വാം എയർ കൂളർ റീജിയനിലേക്ക് പോകും. കൂളർ റീജിയനിലുള്ള ആ കൂളർ ആയിട്ടുള്ള എയർ വാമർ റീജിയനിലേക്ക് വരും. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എയർ റൈസസ്. ദാറ്റ് എയർ ഫ്ലോ ഫ്രം എങ്ങോട്ടേക്കാ പോകുന്നത്? ഫ്ലോ ടു എവിടേക്കാ പോകുന്നത്? സീയിലേക്ക് വരും. ആൻഡ് വിൻഡ് ഫ്ലോ ഫ്രം ഓഷ്യൻ ടുവേർഡ്സ് ദ ലാൻഡ്. ദാറ്റ് ഈസ് കോൾഡ് മൺസൂൺ വിൻഡ്. അപ്പൊ ഡേ ടൈമില് സമ്മർ സീസണില് എന്താണ്? ലാൻഡ് പെട്ടെന്ന് ചൂടാവും. ചൂടായി കഴിഞ്ഞിട്ട് ആ വാം എയർ റൈസസ്, മുകളിലേക്ക് വരും. ആ എയർ എങ്ങോട്ടേക്ക് പോകും? ഓഷ്യനിലേക്ക് പോകും. ഓഷ്യൻ എന്നുള്ള കൂളർ ആയിട്ടുള്ള എയർ എങ്ങോട്ടേക്ക് അടിക്കും? ലാൻഡിലേക്ക് അടിക്കും. അതിനെ പറയുന്ന പേരാണ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. The word monsoon is derived from the Arabic word mosam. Mosam എന്നുള്ള അറബിക് വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. That means season. Mosam means season. The monsoon wind carry water and it rains. Monsoon wind in the monsoon rain. Like monsoon wind always carry water and it rains. Okay, next class we are going to study about the natural disasters like thunderstorm and cyclones. നെക്സ്റ്റ് ക്ലാസ്സിൽ തണ്ടർ സ്റ്റോം അതുപോലെ സൈക്ലോൺസ് പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്ക് നോക്കാം. നമുക്കറിയാം റെയിൻ്റെ കൂടെ ഇങ്ങനത്തെ തണ്ടർ സ്റ്റോം അതുപോലെ തന്നെ സൈക്ലോൺസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സ്റ്റഡി വെൽ. സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.